എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഫെബ്രുവരി 21 തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കുക. നീലവെള്ള റേഷൻ കാർഡുള്ളവർക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള സമയപരിധി വീണ്ടും നീട്ടി. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത NPS നീല, NPNS വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് PHS പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറ്റുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന സമയപരിധി 20-ാം തീയതിയിൽ നിന്നും 24/2/2026 വരെ നീട്ടിയിട്ടുണ്ട്. ഓൺലൈൻ അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴി അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴി 2026 ഫെബ്രുവരി 24 വൈകുന്നേരം 5 മണി വരെ സമർപ്പിക്കാവുന്നതാണ്. മിനിമം വേതനം 40,000 രൂപയാക്കണം എന്ന് ആവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ നാളെ പണിമുടക്കും. യുണൈറ്റഡ് നഴ്സിംഗ് അസോസിയേഷനാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസമായിക്കൊണ്ട് 10% DA കുടിശ്ശിക അനുവദിച്ചു. അടുത്ത ശമ്പളത്തോടൊപ്പം അത് കിട്ടുന്നതാണ്. സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 14,315 രൂപയും പവന് 240 രൂപ കുറഞ്ഞ് 1,14,520 രൂപയുമായി. 65 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ അത്തരം ആളുകൾ വീട്ടിലുണ്ട് എങ്കിൽ അവർക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സാമ്പത്തിക അടിത്തറ തന്നെ ഇളക്കുന്ന ഒന്നാണ് രോഗങ്ങൾ വരിക എന്നുള്ളത്. പല സമയത്തും ചികിത്സയ്ക്കാണ് നമ്മെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത അവസ്ഥയിലുള്ള ചിലവുകൾ വരുന്നത്. ഇതിന് ഏക ആശ്രയം എന്നുള്ളത് ആരോഗ്യ ഇൻഷുറൻസുകളാണ്. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടാത്ത അല്ലെങ്കിൽ സർക്കാരിന്റെ കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടാത്ത 60% മലയാളികളാണ് സംസ്ഥാനത്തുള്ളത്. അങ്ങനെയുള്ള ആളുകൾക്ക് സ്വകാര്യ ഇൻഷുറൻസ് തന്നെ എടുക്കണം. പക്ഷേ സ്വകാര്യ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് 65 വയസ്സിന് മുകളിലുള്ളവർക്കും മുമ്പ് രോഗം ഉള്ള ആളുകൾക്കും പോളിസി എടുക്കാൻ കഴിയാറുണ്ടായിരുന്നില്ല. ഇനി പോളിസി എടുക്കുന്ന സമയത്ത് രേഖപ്പെടുത്തുന്ന മുമ്പുള്ള രോഗങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കാറും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിരിക്കുകയാണ്. പുതിയ ചട്ടപ്രകാരം ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് 65 വയസ്സ് കവിയരുത് എന്ന മാനദണ്ഡം എടുത്തു കളഞ്ഞിട്ടുണ്ട്. രോഗം വന്ന് ബുദ്ധിമുട്ടിലാകുന്ന നിരവധി വയോജനങ്ങൾക്ക് ഈ തീരുമാനം ഗുണകരമാകും. ഇൻഷുറൻസ് ഏജൻസി ഓഫ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ IRDAI പുതിയ വിജ്ഞാപനത്തിലാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത്. 2024 ഏപ്രിൽ 1 മുതലാണ് വിജ്ഞാപനം നടപ്പിലായി തുടങ്ങിയിട്ടുള്ളത്. ഇനി ഏത് മുതിർന്ന പൗരന്മാർക്കും ഇൻഷുറൻസ് പോളിസി എടുക്കാം എന്ന് IRDAI വിജ്ഞാപനത്തിൽ പറയുന്നു. ഇൻഷുറൻസ് കമ്പനികളുടെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളും നിബന്ധനകളും കാരണം ആരോഗ്യ ഇൻഷുറൻസുകളുടെ പല ആനുകൂല്യങ്ങളും 65 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. ഇതിന് പരിഹാരമായി വയോജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വ്യവസ്ഥകളും പുതിയ വിജ്ഞാപനത്തിലുണ്ട്. മുതിർന്ന പൗരന്മാർക്ക് അനുയോജ്യമായിട്ടുള്ള പോളിസികൾ അവതരിപ്പിക്കണം എന്ന് കമ്പനികളോട് അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിൽ ഏതെങ്കിലും രോഗം ഉള്ള ആളുകൾക്കും പോളിസി നൽകാൻ കമ്പനികൾ നിർബന്ധിതരാണ്. മാത്രമല്ല, നേരത്തെ ഉണ്ടായിരുന്ന രോഗമാണ് എന്ന പേരിൽ കമ്പനികൾക്ക് ക്ലെയിം നിരസിക്കാനാവില്ല. പുതിയ പോളിസി ഉടമകൾക്ക് ആനുകൂല്യം ലഭിക്കാനുള്ള കാത്തിരിപ്പ് കാലയളവ്, അതായത് വെയിറ്റിംഗ് പീരീഡ് 48 മാസത്തിൽ നിന്നും 36 മാസമാക്കി ചുരുക്കുകയും ചെയ്തിട്ടുണ്ട്. പോളിസി എടുക്കുന്ന സമയത്ത് പോളിസി ഉടമ രോഗം വെളിപ്പെടുത്തിയാലും ഇല്ല എങ്കിലും അസുഖമുള്ള വ്യക്തി തുടർച്ചയായി 36 മാസം പോളിസിയിൽ തുടരുന്ന പക്ഷം ഇൻഷുറൻസ് പരിരക്ഷ നൽകണം എന്നതാണ് നിർദ്ദേശം. പോളിസി ഉടമകൾക്ക് പ്രീമിയം തുക തവണകളായി അടക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കാനും നിർദ്ദേശം പറയുന്നു. പോളിസി ഉടമകൾക്ക് അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചികിത്സ തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകുന്നതിനും മറ്റു ചികിത്സകൾ പോലെ ആയുഷ്മാൻ ചികിത്സകൾക്കും തുല്യമായ കവറേജ് നൽകുന്നതിനും ഇൻഷുറൻസ് കമ്പനികൾ നയം രൂപവൽക്കരിക്കണം എന്നും നിർദ്ദേശത്തിലുണ്ട്. അലോപ്പതിക്ക് പുറമെ ആയുർവേദം, യുനാനി, യോഗ, നാച്ചുറോപ്പതി, സിദ്ധ, ഹോമിയോപ്പതി തുടങ്ങിയ ആയുഷ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന ചികിത്സാ രീതികളെ കൂടി ആശ്രയിക്കുന്ന വയോജനങ്ങൾക്ക് ഈ നിർദ്ദേശം ഏറെ ഗുണകരമാണ്. മാത്രമല്ല, പോളിസി ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകുന്നതിന് പോളിസിയുമായി ബന്ധപ്പെട്ട മുതിർന്ന പൗരന്മാരുടെ പരാതികൾ പരിഹരിക്കാൻ ആവശ്യമായ പ്രത്യേക സംവിധാനം കമ്പനികൾ ഒരുക്കണം. ഇത് സംബന്ധിച്ച വിവരങ്ങൾ
അതാത് കമ്പനികളുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം എന്നും ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ നിർദ്ദേശത്തിൽ പറയുന്നു. വളരെ ഗുണകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ്, ഒരു നിർദ്ദേശമാണ് നടപ്പിലായി തുടങ്ങിയിട്ടുള്ളത്. അതായത് പുതിയ പോളിസി എടുക്കുന്നതിന് പ്രായം ഒരു പ്രശ്നമല്ല, മുമ്പ് രോഗം ഉണ്ട് എങ്കിൽ പ്രശ്നമല്ല, അതിനെല്ലാം ഇനി കവറേജ് ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് പുതിയ നിർദ്ദേശം. കേന്ദ്ര സർക്കാർ വളരെ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് ഈ ശ്രം പദ്ധതി. ഈ ശ്രം പദ്ധതി അസംഘടിത തൊഴിലാളികൾക്ക് രജിസ്റ്റർ ചെയ്ത് ഒരു കാർഡ് എടുക്കുന്ന പദ്ധതിയാണ്. ഇതിലൂടെ അസംഘടിത തൊഴിലാളികൾക്ക് നൽകുന്ന എല്ലാ കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങളും ഇതിലൂടെ ആയിരിക്കും എന്നും പെൻഷൻ പദ്ധതി പ്രത്യേകം പ്രഖ്യാപിക്കുമെന്നും ഇതിലേക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ നാളെ ഇതുവരെയായിട്ട്, അതായത് 5 വർഷത്തോളം ആയിട്ട് ഈ പദ്ധതി പ്രകാരം ഇതിലേക്ക് ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. കൊറോണ സമയത്ത് ഉത്തർപ്രദേശ് സർക്കാർ നൽകിയിട്ടുള്ള 500 രൂപ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും കാര്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഈ ശ്രം പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് വിതരണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ ശ്രം കാർഡ് എടുക്കുന്നതിലൂടെ രാജ്യത്തെ അസംഘടിത തൊഴിലാളികളുടെ ഒരു ഏകീകരണമാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാകുന്നു. ഇതിലൂടെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സേവനങ്ങൾ, അത് പല സേവനങ്ങളും ഈ പദ്ധതിയിൽ ഉൾപ്പെടാത്തവർക്കും ലഭിക്കും. പക്ഷെ ഈ ശ്രം കാർഡ് ഉണ്ട് എങ്കിൽ ആ കാർഡ് നൽകിക്കൊണ്ട് പദ്ധതിയിലെ നടപടിക്രമങ്ങൾ എളുപ്പമാക്കാം എന്നുള്ളത് മാത്രമാണ്. അതിലൊന്നാണ് PMSBY, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ഈ പദ്ധതിയിലേക്ക് ഈ ശ്രം കാർഡ് ഇല്ലാത്തവർക്കും ചേരാം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. സ്വന്തം ബാങ്ക് അക്കൗണ്ട് മുഖേന പദ്ധതിയിലേക്ക് ചേരാം. ഈ ശ്രം കാർഡ് എടുത്തിട്ടുള്ള ആളുകൾ പദ്ധതിയുടെ ഭാഗമാണ്. ഈ ശ്രം കാർഡ് എടുത്തിട്ടുള്ള ആളുകൾക്ക് അപകട മരണം സംഭവിക്കുകയോ പൂർണ്ണമായ അംഗവൈകല്യം സംഭവിക്കുകയാണ് എങ്കിൽ 2 ലക്ഷം രൂപ ലഭിക്കും. ഭാഗികമായിട്ടുള്ള അംഗവൈകല്യത്തിന് 1 ലക്ഷം രൂപയും ലഭിക്കുന്നതാണ്. മറ്റൊന്ന്, 60 വയസ്സിന് ശേഷം 3000 രൂപ പെൻഷൻ ലഭിക്കുന്ന പ്രധാനമന്ത്രി ശ്രം മന്ദൻ യോജന പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ ചേരാൻ ഈ ശ്രം കാർഡ് ഉടമകൾക്ക് എളുപ്പത്തിൽ സാധിക്കും. ഇത് എല്ലാ മാസവും അംശാദായം അടച്ചുകൊണ്ട് ലഭിക്കുന്ന പെൻഷൻ സ്കീമാണ്. ഇത് ഈ പദ്ധതിയിൽ, അതായത് ഈ ശ്രം കാർഡ് ഇല്ലാത്തവർക്കും ചേരാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് ഇത് ഈ ശ്രം കാർഡ് ഉള്ളവർക്ക് മാത്രമായിട്ടുള്ള ഒരു പദ്ധതിയല്ല എന്നുള്ളത് മനസ്സിലാക്കുക. 18 വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം പ്രധാനമന്ത്രി ശ്രം മന്ദൻ യോജന പെൻഷൻ പദ്ധതിയിൽ ചേരാവുന്നതാണ്. ഏറ്റവും ചുരുങ്ങിയത് 3000 രൂപ പെൻഷൻ 60 വയസ്സിന് ശേഷം ലഭിക്കും എന്നുള്ളതാണ് വാഗ്ദാനം. അടക്കുന്ന അംശാദായത്തിനനുസരിച്ച് പെൻഷൻ തുകയിൽ വർധനവുണ്ടാകും. ഈ ശ്രം കാർഡ് ഉള്ള ആളുകൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വൺ നേഷൻ വൺ റേഷൻ പദ്ധതി പ്രകാരം റേഷൻ എളുപ്പത്തിൽ വാങ്ങാൻ സാധിക്കുന്നതാണ്. അതിന് മുൻഗണന ലഭിക്കും എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ തൊഴിൽ അവസരങ്ങൾ, നൈപുണ്യ വികസന പദ്ധതിയിൽ, സ്കിൽ ഡെവലപ്മെന്റ് പരിപാടികളിൽ, സർക്കാർ തൊഴിൽ പദ്ധതികളിലും ഈ ശ്രം കാർഡ് ഉള്ള ആളുകൾക്ക് മുൻഗണന ലഭിക്കും. മറ്റൊന്ന്, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ വഴി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പുതിയ ക്ഷേമ പദ്ധതികൾ നേരിട്ട് ഗുണഭോക്താക്കളിൽ എത്തിക്കാൻ ഈ കാർഡ് സഹായിക്കുമെന്ന്. ഇതൊക്കെ അന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. ഇതുവരെ ഒരു ക്ഷേമ ആനുകൂല്യങ്ങളും ഇതുവഴി വിതരണം ചെയ്തിട്ടില്ല കേന്ദ്ര സർക്കാർ. ഇനി സംസ്ഥാന സർക്കാരിന്റെ കാര്യം നോക്കിയാൽ യോഗി സർക്കാർ ഒരു 500 രൂപ കൊറോണ സമയത്ത് വിതരണം ചെയ്തത് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് സഹായങ്ങളൊന്നും മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഈ ഉത്തർപ്രദേശിലുള്ള ആളുകൾക്ക് ഈ ശ്രം കാർഡ് എടുത്തവർക്ക് 500 രൂപ കിട്ടിയത് ഒഴിച്ചാൽ മറ്റ് സഹായങ്ങളൊന്നും നേരിട്ട് ലഭ്യമായിട്ടില്ല, മറ്റ് ആനുകൂല്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ ശ്രം കാർഡ് എടുത്തിട്ടുള്ളവർക്ക് വലിയ ആശ്വാസം, മറ്റ് 3000 രൂപ പെൻഷൻ എന്നൊക്കെ പറഞ്ഞ് വീഡിയോകൾ വരുന്നത് അത് അവാസ്തവമായിട്ടുള്ള കാര്യമാണ്. വീഡിയോ കാണുക എന്നുള്ളത് മാത്രമാണ് അതിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാതെ മറ്റ് ആനുകൂല്യങ്ങളൊന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളൊന്നും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല. ശ്രം മന്ദൻ യോജന പെൻഷൻ പദ്ധതിയിലേക്ക് ഇത് ഇല്ലെങ്കിലും അപേക്ഷിക്കാൻ കഴിയും. അത് നമ്മൾ അങ്ങോട്ട് പൈസ അടച്ച് ക്ഷേമ പെൻഷൻ പോലെ, ക്ഷേമനിധി പോലെ അങ്ങോട്ട് മാസം 200 രൂപ അടച്ചുകൊണ്ട് നേടിയെടുക്കുന്ന പെൻഷനാണ്. അപ്പൊ ഈ ശ്രം കാർഡ് എടുത്തത് കൊണ്ടുള്ള പ്രത്യേക ആനുകൂല്യം ഒന്നുമല്ല അത് എന്നും മനസ്സിലാക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ